സഹൃദയ സദസ്സിന് വന്ദനം. ഈ നാടകത്തിന് ആധാരമാകുന്നത് ഒരു യഥാർത്ഥ സംഭവമാണ്. ഇന്ത്യൻ കർഷക ജീവിതത്തെ അത് അടയാളപ്പെടുത്തുന്നു. തെലുങ്കാനയിലെ ഹന്നംകൊണ്ടയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അവളുടെ പാട്ടിന് അവസാനമില്ലാത്തതുപോലെ പാടത്ത് അവൾ പാടുന്നു. കയ്യിലെ അരിവാൾ അതിൻ്റെ ഈണത്തിനൊപ്പം വളയുന്നു. ഞാൻ കേട്ടു, അനങ്ങാതെ. അവൾ ഇപ്പോഴും പാടുന്നു. അവളുടെ പാട്ടിന് അവസാനമില്ലാത്തതുപോലെ. വില്യം വേർഡ്സ്വർത്തിൻ്റെ ദി സോളിറ്ററി റീപ്പർ എന്ന കവിതയിലെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തീ പടരുന്ന വർത്തമാനകാല ഇന്ത്യൻ വയലേലകളിലേക്ക് ഒരു യാത്ര. നാടകം വാറങ്കൽ. പാട്ടിന്റെ അർത്ഥം വല്ലതും അറിയാ? ഓ, എനിക്കറിയാം. ഹിന്ദിയല്ലേ? ഹിന്ദി ആർക്കറിയാത്ത? ഞാൻ ആ പാട്ടിന്റെ അർത്ഥാന്ന് ചോദിച്ചു. നമ്മളെ വിട്ട് പോവല്ലേന്ന്. അതിന് നമ്മളെ മോളെ വിട്ടിട്ട് എങ്ങോട്ട് പോവാൻ? ഓ, നിങ്ങളോടല്ല, മഴയോടാ. മഴ പെയ്തിട്ട് പോരാതെ. ഓ, അങ്ങനെ. അമ്മ, നീ പറഞ്ഞ പോലെ ഓളെ പഠിപ്പിച്ച് വലിയ ഗായികയാക്കണം. ഓ, ഇങ്ങനെ നിന്റെ അപ്പം പാടിയ പാട്ട്
പാടിന്. അതിനെന്തിന് നീ ഇങ്ങനെ ഒറ്റക്കന്നെ പാടുന്നേ? അങ്ങനെങ്കില് നിനക്ക് നിന്റെ അപ്പം പാടിയ പോലെ നിന്റെ പെണ്ണോട് ചേർന്ന് പാടിക്കൂടെ? പിന്നെ എനിക്ക് പാട്ട് പാടാൻ എന്നെ വിട്ടേക്ക്. അതല്ല വേണ്ട, കാരണം നിനക്ക് വേറെ ഒന്നും പണിയില്ലേ, കിട്ടാൻ വേണ്ടി സാധനമില്ല. പാടത്തേക്കാ ഇത്രയും നല്ല വസ്ത്രങ്ങൾ അടിഞ്ഞിട്ടാ ഏതായാലും കൃഷി പഠിക്കാതിരിക്കൂല. എന്നാ പിന്നെ കൃഷിനെ കുറിച്ച് പഠിക്കാനല്ലേ ആയിരിക്കും. രണ്ടിനുമല്ല, പക്ഷെ നീ പറഞ്ഞതില് കുറച്ച് സത്യമൊക്കെ ഉണ്ട്. കൃഷിയെ കുറിച്ച് പഠിക്കാനല്ല, നിങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ. കൃഷി പഠിപ്പിക്കാനോ? ആരെ സാമേലം. എന്റെ പേര് ഉദ്ധവ്. ഓ, അല്ല, ഇത് നെൽകൃഷിയാണ്. ഇതൊന്നും അറിയാല കൃഷിനെ കുറിച്ച് പഠിപ്പിക്കാൻ വന്നത്. അതൊക്കെ അറിയാം സുഹൃത്തെ, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. അല്ല, ഇത് കൂട്ടുകൃഷി വല്ലതുമാണ്? കൂട്ടുകൃഷി ആണെന്നും പറയാം, അല്ലെങ്കിൽ അല്ല എന്നും പറയാം. ഇതെല്ലാം സാമ്പയ്യയുടെ സ്ഥലമാണ്. പരമ്പരാഗതമായി സാമ്പയ്യാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മളെല്ലാവരും അയാളെ സഹായിക്കുന്നു. വിളവെടുക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അല്ല, നിങ്ങളിൽ ആരാണ് സാമ്പയ്യ? ഞാനാണ് സംഭയ്യ. അല്ല സാമ്പയ്യ, ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കും. ഈ നെല്ലും ഗോതമ്പൊക്കെ കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അതിലെന്താ സംശയം? ഞങ്ങളുടെ ജീവിതത്തിനും മക്കളെ പഠിപ്പിക്കാനുള്ളതെല്ലാം ഈ പാഠം തരും. അല്ല, ഈ നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഒക്കെ കാലം കഴിഞ്ഞില്ലേ, അല്ലേ? കാലം കഴിഞ്ഞു ഇയാളെന്താ നാങ്ങളായി പറയുന്നത്? സാമ്പയ്യ, നമ്മുടെ രാജ്യം ഇപ്പൊ ഹൈടെക് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ കൃഷിയും മാറണം. കൃഷിയും ഹൈടെക്. ആ, കൃഷിയും ഹൈടെക്. നിങ്ങൾ ഈ ലോകം മാറുമെന്ന് അറിയുന്നില്ലേ? 2 വർഷം മുമ്പാണ് ജയഗിരിയിലെ കർഷകർ പരുത്തി കൃഷിയിൽ കോടീശ്വരന്മാരായി മാറിയത്. അത് ഞാനും കേട്ടിനി. നമ്മളെ പ്രധാനമന്ത്രി ടിവിയിലും റേഡിയോയിലും പറയുന്നുണ്ടായിനി. അത് കൃഷിനെ ബിസിനസ് ആയിട്ട് കാണുന്ന. അതെ, കൃഷിയെ ബിസിനസ് ആയി കാണുന്നു. ഈ നെല്ലും ഗോതമ്പും കൃഷിയുടെ ഓരോ സാമ്പയ്യ പിന്നെ നമ്മെ സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് ഭാരമില്ലാതെ പറത്തി വിടുന്നു. ഭാരമില്ലാതെ പറത്തി വിടുന്നു എന്താണത്? അത് ഈ ഭക്ഷ്യ വിളിയായ നെല്ലല്ല, ഒരു നാണ്യം. എന്താണ് പരുത്തി. പരുത്തി? അതേ സാമ്പയ്യ, ഈ വിദേശ മാർക്കറ്റുകളൊക്കെ ഇപ്പൊ അതിനാണ് വില. ഈ ദാരിദ്ര്യം നിറഞ്ഞ ഭൂതകാലം ഒക്കെ മറന്നേക്കൂ. ഇനി വരാനുള്ളത് പ്രതീക്ഷയുടെ ഭാവി കാലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന നെൽപ്പാടങ്ങൾക്ക് പകരം പരന്നു കിടക്കുന്ന പരുത്തിച്ചെടികൾ. പ്രതീക്ഷയുടെ ഭാവി കാലമാണ്. മറക്കണ്ട. അയാൾ പറഞ്ഞതുപോലെ സംഭവിക്കും. എന്ത് സംഭവിക്കാൻ? നെല്ലിന് വരെ പരുത്തി? ഒന്നും സംഭവിക്കില്ല. ഇതെല്ലാം വെറും കെണിയാണ്. നമ്മെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ചുഴലി. ഇത്തവണ വിളവെടുപ്പ് ഗംഭീരായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എനക്കും തോന്നുന്നുണ്ട് ഇത്തവണ കൂടുതൽ ലാഭം കിട്ടുന്നു. കൂടുതൽ ലാഭം കിട്ടിയ നിനക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. രേവമ്മ, എനിക്കൊന്നും വേണ്ട. ഈ കാതുകളിൽ ഒരു സ്വർണ്ണ കമ്മൽ. ഓയ്, ഇത് സാമ്പയുടെ വിളയേ? അതെ, ആരാ? നമസ്കാരം സാമ്പയ്യ. എവിടെയോ കണ്ട് മറന്നതുപോലെ ഉണ്ടല്ലോ. മറന്നു കാണും, സാമ്പയ്യ മറന്നു കാണും. പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനൊരു സൂചന തരാം. അന്ന് പാടത്ത് പരുത്തി. ഓ, നിങ്ങളോ? നിങ്ങൾ എന്തിനാണ് ഇവിടെ വീണ്ടും വന്നത്? അല്ല, വിളവെടുപ്പൊക്കെ അല്ലേ,
എല്ലാം ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി വന്നതാണ്. ഇത്ര നേരമായിട്ടും സാമ്പയ്യ എന്നോടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല. അതും വാറങ്കൽ ഇത്രയും അഭിമാനിയായ ഒരു കർഷകന്റെ വീട്ടിൽ വന്നിട്ട്. ഞാനത് മറന്നു. വരൂ രേവമ്മ, ഞാൻ കുടിക്കാനെന്തെങ്കിലും ഉണ്ടാക്കുക. അല്ല സാമ്പയ്യ, വിളവെടുപ്പൊക്കെ എങ്ങനെ പോകുന്നു? ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മോശമില്ലാതെ പോകുന്നു. മോശമില്ലാതെ പോകുന്നു. അതും സാമ്പയ്യ പോലെ. അത് പോലെ സാമ്പയ്യ. സാമ്പയ്യൊക്കെ എത്ര ഉയരത്തിലെത്തേണ്ട ആളാണ് എന്നതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ആഗ്രഹം. കമ്പനിയാ? അതെ, കമ്പനി. നിങ്ങളും കൂടി കേൾക്കാനാണ് പറയുന്നത്. ഈ നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു. പുതിയ കൃഷി രീതി പരീക്ഷിക്കണം. BT പരുത്തിയെത്തും. അതെ, BT പരുത്തിയെത്തുള്ള കൃഷി ചെയ്താൽ ഈ സാമ്പയ്യത്തിന് ആരാ? കോടീശ്വരനല്ലേ, കോടീശ്വരൻ. ഈ പരുത്തി കൃഷി 10 ഇരട്ടി ലാഭം, 10 ഇരട്ടി. വിത്ത്, വളം, കീടനാശം ഇതൊക്കെ ഞങ്ങളുടെ കമ്പനി തരും. അതൊന്നും ആലോചിച്ച് സാമ്പയ്യ വേവലാതിപ്പെടണ്ട. വിളവെടുപ്പ് എഴുതി പണമൊക്കെ സാവധാനം തന്നാ മതി. ആദിലാബാദിലും കമ്പത്തിലൊക്കെ എത്ര പേരാ പരുത്തി കൃഷി ചെയ്ത് കോടീശ്വരന്മാരായി മാറിയത്. ഒരു പരുത്തി കൃഷിക്ക് ഞാനില്ല. അല്ല, കുഴപ്പമില്ല. അഥവാ തീരുമാനത്തിൽ വല്ല മാറ്റമില്ല, എന്നെ വിളിച്ചു. ഇതാണ് ഓന്റെ ഒരു മേൽവിലാസം. അന്നപൂർണയായി മണ്ണില് ഞാൻ ഇനിയും നെല്ലിത്തിറക്കും, കൊയ്യും. രേവമ്മ, ആ കൂട്ടായി കൊണ്ടെടുത്തേ. ഓന്റെ ഒരു മേൽവിലാസം. കൃഷി രേവമ്മ, ഉള്ളില് ഇതിനേക്കാളും ചൂടുണ്ട്. ഒരു മഴക്കും അതിന് തണുപ്പിക്കാൻ കഴിയൂല. ഇത് എത്ര ദിവസമായി മഴ ഇങ്ങനെ പെയ്യുന്നേ? ഇതൊന്ന് തീർന്നിട്ട് വേണം വിളവെടുക്കാൻ. നീ എന്താണ് പറയുന്നത്? നമുക്ക് നെല്ല് കൊയ്തെടുക്കണ്ടേന്ന്. ഓരോ വിളവെടുപ്പ് കാലവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ രേവമ്മ? ഒന്നുകിൽ മഴ, അല്ലെങ്കിൽ വരൾച്ച. കാലാവസ്ഥക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന കാലം മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് പോലും ഈ കാലം മനസ്സിലാവാതായിരിക്കുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? പഴയതുപോലെ ബാക്കി വരുന്ന നെന്മണികളും വിൽക്കും, അവ വിൽക്കും. എന്നിട്ട് പഴയതുപോലെ ഇങ്ങനെ ജീവിക്കും. പഴയതുപോലെയോ? മോള് വളർന്ന് വലിയ ക്ലാസ്സുകളിൽ എത്തിയാൽ ഒരുപാട് കാശ് വേണ്ട കാലം. അതിന് ഞാൻ എന്താക്കണ്ടേ? പിച്ചെടുക്കണ? നിനക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? സാമ്പയ്യ, ഈ മഴ നിൽക്കുന്നു തോന്നുന്നില്ല. പാടത്തെല്ലാം വെള്ളം കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാമ്പയ്യ, ആ ഉദ്ധവ് പറഞ്ഞാല് സത്യം തോന്നുന്നു. അതന്നെ,
എങ്ങനെ കാലാവസ്ഥ ചതിച്ചാലും ബാക്കി വരുന്ന പലിച്ച് മാത്രം മതിയത്രേ ലാഭം കിട്ടാൻ. നമ്മൾ എന്തിനീ ദുരിതവും കെട്ടിപ്പിടിച്ച് ജീവിക്കുന്നു? എന്തിനാണ് നമ്മൾ എന്തിനാണ് ഈ ദുരിതവും കെട്ടിപ്പിടിച്ച് ജീവിക്കുന്നത്? അറിയില്ല, എനിക്കറിയില്ല. നിനക്ക് മടുപ്പ് തോന്നുന്നുണ്ടോന്ന്? എന്തിന്? ഭാഗ്യങ്ങൾ മാത്രം നിറഞ്ഞ ഈ ജീവിതത്തിനോട്, ചാണകത്തിന്റെയും വൈക്കോലിന്റെയും മണം നിറഞ്ഞ ഈ വീടിനോട്. ഈ ജീവിതം തന്നെയല്ലേ നമ്മുടെ അച്ഛനമ്മമാരും ജീവിച്ചത്? നമ്മുടെ മക്കളെ ജീവിക്കേണ്ടത് അല്ലേ? ഇതുപോലെ കാലം തെറ്റി പെയ്യുന്ന ഒരു മഴയിലൊലിച്ചില്ലാണ്ടാവുന്നതാ നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം. മണ്ണിൽ പണിയെടുക്കുന്ന നമ്മുടെ എല്ലാം ജീവിതം മൺകട്ടകൾ പോലെ ഒടഞ്ഞു തീരുകയാണ്. നമുക്ക് കൃഷി അങ്ങ് മതിയാക്കാലോ? കൃഷി മതിയാക്കാനോ? നിങ്ങൾ എന്താണ് പറയുന്നത്? നമുക്ക് പരുത്തി കൃഷി തുടങ്ങാം. പരുത്തി കൃഷിയോ? അതെ, പരുത്തി കൃഷി. പ്രതീക്ഷയുടെ, മഹാലക്ഷ്മിയുടെ പരുത്തി. ചുവന്നു കിടക്കുന്ന മണ്ണ് വാഗ്ദാനങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും സമൃദ്ധിയുടെ മോഹിപ്പിക്കുന്ന മായക്കാഴ്ചകൾ പകരുകയും ചെയ്യുന്ന എന്റെ മണ്ണ്. ഈ മണ്ണില എന്റെ അപ്പനപ്പൂപ്പന്മാർ ഉറങ്ങുന്നത്. അവരുടെ വേർപ്പില ഇവിടെ ഈ നെൽച്ചെടികൾ വിരിഞ്ഞു ഭക്ഷണം കഴിച്ചു ആൾക്കാരെ ഊട്ടിയത്.
എന്റെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു മാറ്റാൻ വിത്ത്. അടുത്ത പ്രാവശ്യം കൃഷി ചെയ്താൽ ഈ വിത്തുകൾ നമുക്ക് ആവശ്യമില്ലല്ലോ. സർവേഷ്, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഗംഭീരം. വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് കമ്പനിയെ കൃത്യമായി പണം ഏൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കച്ചവടം ഉഷാറാക്കണം. സാമയ്യ, ഒടുവിൽ നിങ്ങൾ ശരിയായ വഴി തിരഞ്ഞെടുത്തു അല്ലേ? അല്പം കാലതാമസം എടുത്താൽ താങ്കളെ പോലെ ആ തീരുമാനം മാറ്റിയത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കമ്പനി അല്ല സാമ്പ യുദ്ധം ആവശ്യം. സർവേഷ്, സാമ്പയ്ക്ക് വിത്തനം നൽകൂ. വരൂ സാമയ്യ, ഇതൊക്കെ വീട്ടിലിട്ടുള്ളതാണ്. കൂടുതൽ ഫലം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. പൂവിടാൻ നേരത്ത് കീടങ്ങൾ ആക്രമിക്കും. കീടങ്ങൾ ആക്രമിക്കുന്ന ഒന്നും പേടിക്കണ്ട, എല്ലാറ്റിനും വഴിയുണ്ട്. സർവേഷ്, ഇതാ ഇങ്ങോട്ട് നോക്ക്. ഇത് എക്കാലം ഇത് മോണോക്രോട്ടോ, അത് എന്താ സൾഫാൻ എല്ലാം ഉണ്ട്. കീടങ്ങൾ ആ വഴിക്ക് വരില്ല. സാമ്പയ്യ, എല്ലാം ഞങ്ങളുടെ MNC കമ്പനി തയ്യാറാക്കുന്നതാണ്. പണത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് സാമ്പയ്യ വേവലാതിപ്പെടണ്ട. ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് സാവധാനം തന്നാ മതി. എല്ലാത്തിനും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കമ്പനി സർവേഷ്, കമ്പനി കൃത്യമായി വിത്തുകൾ ഏൽപ്പിക്കുന്നില്ലേ? കൃത്യമായും വിത്ത് കുറച്ച് 3 മാസം കഴിയുമ്പോഴേക്കും കീടങ്ങൾ ചെടിയെ തേടി അപ്പോഴേക്കും ഈ ഇലമരങ്ങൾ മുഴുവൻ വിത്തിന് പകരം കീടനാശിനികൾ നിറയും. ഒരു കൃഷി ഓഫീസിൽ ലഭിക്കാത്ത മരുന്ന് നമ്മുടെ കമ്പനിയിൽ ലഭിക്കും. അത് തളിക്കാനുള്ള ആളെയും കമ്പനി തരും. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പോലെ ക്രൂരനൊന്നുമല്ല. എന്റെ ഈ രൂപം നിങ്ങൾ സമ്മാനിച്ചതാണ്. പക്ഷേ ഞാനിപ്പോ ഈ യന്ത്രത്തില് വിഷമൊന്നും നടത്തിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ ദേഹത്തടിച്ചത് വെള്ളമാ, വെറും പച്ച വെള്ളം. ഞാനാകെ പേടിച്ചു പോയി. അവൻ തളിച്ച ശരിക്കും വിഷമാണെന്ന് കരുതി. അല്ല,
ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കോ? എടോ ആളെ വല്ലതും മാറ്റേണ്ടി വരുമോ? എന്തിന്? മരണത്തെ ആരെങ്കിലും സ്വയം ക്ഷണിച്ചു വരുത്തുവോ? അതൊക്കെ പോട്ടെ, പക്ഷെ സാമ്പയെ പോലെ ഇത്ര പെട്ടെന്ന് തീരുമാനം മാറ്റുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാനും. തീരുമാനം മാറ്റിയത് മാത്രമല്ലല്ലോ, കുരുമുളകമായിരുന്നെങ്കിൽ മഴ എത്ര കളിപ്പിച്ചാലും നഷ്ടമില്ലാതെ ജീവിക്കാനുള്ളത് ബാക്കിയാവും. നിങ്ങളൊന്ന് സമാധാനപ്പെടി. എങ്ങനെ എങ്ങനെ സമാധാനിക്കാൻ? പണം പണയത്തില് കടങ്ങൾ ഇങ്ങനെ ഓരോന്നായി കൂടി കൂടി വരിക. ഇനി മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ പരുത്തിച്ചെടികൾ കരിയാൻ തുടങ്ങും. നമുക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ടുവരാം. അങ്ങനെയല്ലേ വലിയ വലിയ കൃഷിക്കാരൊക്കെ ചെയ്യുന്നത്. നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എത്ര തവണ ഞാൻ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നു. എനിക്ക് പേടി തോന്നി. കൃഷി നമ്മളെ പോലുള്ള പാവപ്പെട്ട കർഷകർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് സമ്പന്നരുടെ കൃഷിയാണ്. ഉള്ളവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള വഴി. നെല്ല് ഒരിക്കലും നമ്മെ ചതിച്ചിട്ടില്ല. എത്ര മഴ പെയ്ത് ഒലിച്ചു പോയാലും വെയിലത്ത് കരിഞ്ഞു പോയാലും നമുക്ക് ജീവിക്കാനുള്ളത് ഈ പാടങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ധനികരായില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന് നെല്ലിന്റെയും ഗോതമ്പിന്റെയും മണായിരുന്നു. നമ്മളത് മറന്നു പോയതിനുള്ള ശിക്ഷ ആയിക്കോയില്ലേ? എന്ത് ശിക്ഷ? ഇത്രയും കാലം നമ്മൾ ജീവിച്ചത് നരക ജീവിതമായിരുന്നു. ഈ ജീവിതത്തിൽ നിന്നൊരു മോചനം നേടിയില്ല ഞാൻ ചൂതാട്ടത്തിന് ഇറങ്ങിയത്. ഇനിയും മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ഈ കൈ കൊണ്ട് ഈ മനക്കരുത്തുകൊണ്ട് മതി, വാ, നമ്മളെ കൊണ്ടാവില്ല, ഞാൻ കയറിത്തരാം. കിട്ടിയില്ല രേവമ്മ, വെള്ളം കിട്ടിയില്ല. നമ്മുടെ പരുത്തി ചെടികൾ കരിഞ്ഞു പോകും. നമ്മൾ സ്വപ്നം കണ്ട ജീവിതമോ
ഗോപാലും കൃഷ്ണനെല്ലാം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കടങ്ങളെല്ലാം തീരില്ലേ? തീരും. കടങ്ങളെല്ലാം തീർന്ന് 1 ലക്ഷത്തിലധികം ബാക്കി ഉണ്ടാവുന്ന കമ്പനി പറഞ്ഞത്. ഇത്തവണത്തത് കരുതി വെക്കണം. അടുത്ത തവണത്തെ ലാഭവും കൂട്ടിച്ചേർത്ത് ഈ വീടൊന്ന് പുതുക്കി പണിയണം. എല്ലാം ശരിയാവും. ഞാൻ നാളെ പരുത്തിയുമായി മാർക്കറ്റിലേക്ക് ഒന്ന് പോയി വരട്ടെ. രേവമ്മ, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരാൻ പോവുകയാണ്. മോളെ, നീ ആ പാട്ട് ഒന്നുകൂടി പാടിയേ. ഞാൻ ഹനമണ്ണ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. കൂടെ മാനേജർ ഉദവും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. ഞാൻ നാളെ പരുത്തിയുമായി ഹനംകൊണ്ട മാർക്കറ്റിലേക്ക് വരാനിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രാത്രിയിൽ തിരുത്തപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. പോകണ്ടെന്ന് പറയാം. പോകണ്ടെന്ന് പറയാം? അതെ, പോകണ്ടെന്ന് പറയാം. സാമ്പയ്യ, നിങ്ങൾക്ക് ഈ മൊത്ത വ്യാപാര ചന്തയിലെ ദലാളന്മാരുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതൊക്കെ വലിയ വലിയ കച്ചവടക്കാർക്ക് മാത്രം കഴിയുന്നതാണ്. 2 ആഴ്ചയായി പരുത്തിയുടെ വിലയിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ പത്രത്തിലും ടിവിയിലൊന്നും കാണുന്നില്ല? എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. ഈ വീട്ടിലാണെങ്കിൽ ടിവിയില്ല. സാമ്പയ്യ, 1 കിൻഡൽ പരുത്തിക്ക് 1200 രൂപ മാത്രമേ വിലയുള്ളൂ. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അതെ സാമ്പയ്യ, സാമ്പേഷ് പറഞ്ഞത് ശരിയാണ്. മാർക്കറ്റിൽ 1 കിൻഡൽ പരുത്തിക്ക് വില 1200 രൂപ മാത്രമേ ഉള്ളൂ. കള്ളം! നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണ്. ഈ പണം കൊണ്ട് ഞാൻ എങ്ങനെ കടം വീട്ടും? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കീടനാശിനി ടാങ്കർ കടം വീട്ടില്ലെങ്കിൽ ഈ മണ്ണും വീടിരിക്കുന്ന സ്ഥലവും എല്ലാം നിങ്ങൾ കൊണ്ടുപോകും. സാമ്പയ്യ നിങ്ങൾക്ക് അറിയില്ല. മണ്ണിൽ പൊന്നു വിളയിച്ചവനായി സാമ്പയ്യ. ആ എന്നെയാ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്. വീട്ടില്ല ഞാനൊന്നിനും. നിന്റെ ഭർത്താവിന് നല്ല ബുദ്ധി പറഞ്ഞു ഉപദേശിക്കേ. പഴയ ജന്മിമാരെയും ബാബുമാരെയും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവരെ പോലും ഭരിക്കാൻ കഴിവുള്ള ഞങ്ങളെ പോലുള്ള കമ്പനികളെ നിങ്ങൾക്കറിയില്ല. ഈ ലോകം മുഴുവൻ കാൽക്കീഴിലാക്കാൻ കേൾപ്പുള്ള ഞങ്ങളെ പോലുള്ള കമ്പനികളെ ഈ പരുത്തിയെ കാണിക്കാം. 1200-നല്ല, 1250-ന്. ബാക്കി വരുന്ന പണത്തിന് അടുത്ത തവണ കൃഷി ഇറക്കിക്കോ. നിങ്ങളുടെ സ്ഥലത്തല്ല, ഞങ്ങൾ പറയുന്ന സ്ഥലത്ത്. കമ്പനിയുടെ കടം തീരുന്നത് വരെ ആലോചിക്കാൻ 1 രാത്രി കൂടി സമയം തരാം. അതെ, ഒരൊറ്റ രാത്രി. ഇല്ല, അവൾക്ക് പുത്തൻ ഉടുപ്പുകൾ വാങ്ങണ്ടേ? നിനക്ക് സ്വന്തം കമ്മൽ വാങ്ങിത്തരും. എല്ലാം ഈ സംഭവമാണ്. നിങ്ങളെ പുലരട്ടെ. നേരം വൈകി, വാ കിടക്കാം. നീ പോയി കിടന്നോ? നാളെ പറ്റിയമായി മാർക്കറ്റിലേക്ക് പോണ്ടല്ലേ? നീ പോയി കിടന്നോ? വാ കിടക്കാം. നിന്നോടല്ലേ പോവാൻ പറഞ്ഞത്? ഇന്ന്
രാത്രി എനിക്ക് ആ പരുത്തിപ്പാടത്തേക്ക് പോണം. എന്നെ മോഹിപ്പിച്ച, അല്ല, നമ്മളെ വഞ്ചിച്ച പാടത്ത് കിടന്ന് ഉറങ്ങണം. നീ ഉറങ്ങിക്കോ. നീ ഉറങ്ങിക്കോ. സ്വപ്നങ്ങളാണിത്. കറുത്ത മണ്ണിന്റെ കരുത്തിൽ ഞാൻ പണിത ഭാരമില്ലാത്ത സ്വപ്നങ്ങൾ, ഭാരമില്ലാത്ത സ്വപ്നങ്ങൾ. ഈ മണ്ണ് നമ്മളെയല്ല, നമ്മളെ മണ്ണിനെയാ ചതിച്ചത്. മണ്ണിനെ മറന്ന് ലാഭം മാത്രം കൊതിച്ചു നടത്തിയ ചതി, അതിന്റെ ശാപമാണിത്.
നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. പിന്നെ എപ്പോഴാണ് ഈ നെല്ലും പരുത്തി നമ്മെ മുറിവേൽപ്പിച്ചു തുടങ്ങിയത്? ആരാണിത് നമുക്ക് നേരെ ഒരായുധമാക്കിയത്? ഇതിലൊന്ന് ഭക്ഷണവും ഒന്ന് സ്വാതന്ത്ര്യവുമാണ്. രണ്ടും നമ്മൾ പൊരുതി നേടിയത്, ആർക്കും വിട്ടുകൊടുക്കാത്തത്. നമ്മൾ പൊരുതി നേടിയത്, ആർക്കും വിട്ടുകൊടുക്കാത്തത്. നമ്മൾ പൊരുതി നേടിയത്,